നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോണത് കേട്ടോ. ഇന്ന് ഒരു കാർ റേസ് നടക്കുന്നുണ്ട്. പണ്ട് നമ്മൾ വേറെ കുറേ ഇതൊക്കെ ആയിട്ട് വന്നിരുന്നു. ഒരെണ്ണം ട്രക്ക് ഹമ്മർ റേസായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ ജയിച്ചു. അതിന് മുന്നേ ബൈക്ക് റേസായും അന്നെടുത്ത് നമ്മളൊരു കാർ റേസ് പങ്കെടുത്തു. പക്ഷേ അതിൽ നമ്മൾ തോറ്റുപോയി കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും നമ്മൾ വേറെ 2024 കാർ റേസ് കോൺടെസ്റ്റിൽ പങ്കെടുക്കുവാണ്. അപ്പം ഞാൻ ഏറ്റവും ഓഫ് റോഡൊക്കെ ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ കാറൊന്നുമല്ല, നല്ലൊരു സൂപ്പറായിട്ടുള്ള കാറ് എൻ്റെ താറാണ് ഗോയ്സ്. ഗോൾഡൻ താർ ഇവിടെ നിന്നല്ല, അന്ന് ട്രക്ക് ഹമ്മർ റേസിൻ്റെ മറ്റേ വൈറ്റ് ഗ്യാങ് കൊണ്ടുപോയത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ അല്ല ഞാൻ വെച്ചത്, ഈ വീടിന് പുറകിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന്. കാരണം എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല കേട്ടോ, എന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഗായ്സ് ഇതാണ് എൻ്റെ ഗോൾഡൻ ഗായ്സ്. ഞാനിവിടെ അല്ലേ താറിട്ടിരുന്നേ, ആനാ ഇപ്പം താറ് കാണല്ലേ. ഷടാ താറിവിടെ കാണണ്ടാണല്ലോ. എന്തായിരിക്കും പറ്റിയേ ഷിഞ്ചമ്മോ? ഞാൻ ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ചുമ്മാ ഇട്ട് കാണും. ഇവിടെ ഇല്ലല്ലോ, ആ സൈഡ് നമ്മൾ വന്നല്ലേ, അവിടെയും ഇല്ല. അല്ലോ, അപ്പം ഈ പ്രാവശ്യം ആരെയും നമ്മുടെ താരെടുത്തോണ്ട് പോയേ? അപ്പം ഗൈസ് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളെ താറെവിടെ? ഇപ്രാവശ്യം ആരും നമ്മുടെ താറെടുത്തോണ്ട് പോയത്? നമുക്ക് നമ്മുടെ ലെജൻഡറിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ആദ്യം പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. അതും എൻ്റെ വീട്ടിൽ എൻ്റെ താറ് എനിക്ക് ഇപ്പോൾ കിട്ടും. അതുകൊണ്ട് നമുക്ക് വേറെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. നമ്മുടെ വീടിന് തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എവിടെയും കാരണം നീല ബിൽഡിങ്ങാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ. അപ്പം നമ്മൾ എത്തി ഗൈസ്. അപ്പം ഞാൻ വണ്ടി പോയി പാർക്ക് ചെയ്ത് ഇവിടെ കയറി നമുക്ക് കാണാം കേട്ടോ. ഗൈസ് പോലീസ് സ്റ്റേഷനകത്ത് ആരും ഇല്ലല്ലോ. ഇന്നത് പോലീസ് സ്റ്റേഷനകത്ത് ആരുമില്ല, പ്രതി പോലും ഇല്ല. അതിൻ്റെ പോലീസ് സ്റ്റേഷൻ അവധിയാണോ? കറക്റ്റ് സമയത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ ആളില്ലാതെ വരുന്നത്. ഇനി നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഗൈസ്. നമുക്ക് ആദ്യം വൈറ്റ് ഗ്യാങ്ങിൻ്റെ ബിൽഡിംഗ്. ഇപ്പോൾ വൈറ്റ് ഗ്യാങ് ഇവിടെ ഇല്ല, ഇവിടെ പുതിയൊരു ഗ്യാങ് ഉണ്ട്, ബ്ലൂ ഗ്യാങ്. എന്ത് പറഞ്ഞാലും ഗായ്സ് ഇതാണ് ബ്ലൂ ഗ്യാങ്ങിൻ്റെ താവളം. ഇവിടെയാണ് എനിക്കറിയാമെന്ന് തോന്നുന്നു. അല്ല സോറി ഈ നേതാവ് ഒരാൾ നമുക്കപ്പം ലിഫ്റ്റ് പിടിച്ച് പോവാം. ലിഫ്റ്റൊക്കെ ലോക്കടേ. ഇവിടെ ലിഫ്റ്റൊന്നും വർക്ക് ചെയ്യുന്നില്ലാന്ന്. ഡോറുണ്ട് ഈ വഴി, ഡോറൊന്നും ഇല്ലേ? ഇങ്ങനെ പോയാൽ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. ഇതാരാ ഇന്നരച്ച് വിളിക്കുന്നത്? എൻ്റെ കൂട്ടുകാരനാണല്ലോ. എന്താണാവോ, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, എന്ത് ഗായ്സ്? ഇപ്പോൾ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ബ്ലൂ ഗ്യാങ് നിൻ്റെ താറെടുത്തോണ്ട് പോയി, വേഗം ബ്ലൂ ഗ്യാങ്ങിൻ്റെ താളത്തിൻ്റെ ഏകദേശം അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. ഏതാണെന്ന് അവനെ അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇപ്പം തന്നെ വേറെ ഒരെണ്ണം കണ്ടുപിടിക്കാം. ഗായ്സ് എൻ്റെ സംശയം ഈ ബിൽഡിംഗ് ആണ്. അപ്പം നമുക്ക്
ഏത് ഗ്യാങ്ങാണെങ്കിലും അത് മോഷ്ടിച്ച് മുകളിൽ തന്നെ വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇന്നൊരു സാധനം എൻ്റെ കൂട്ടുകാരുടെ നിന്ന് വാങ്ങിച്ചിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്താണ് സാധനം. അപ്പോൾ അതെടുക്കട്ടെ ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സാധനം. ഈ ഫ്ലൈയിങ് എയർ ഹ്യൂമൻ ജെറ്റിലാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പറേറ്റ് ഒക്കെ ചെയ്യാൻ അറിയാം. അയ്യോ, നമ്മളിപ്പോൾ ബിൽഡിങ്ങിൻ്റെ മേളിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ബിൽഡിങ്ങിൻ്റെ മേളിലെത്തുമ്പോൾ കാണാവേ. ഗായ്സ് നോക്കിക്കേതേ, അവിടെ എൻ്റെ താറോ ഒരു ഹെലികോപ്റ്ററുണ്ട്. ആ ഭാഗത്തിന് കാറൊന്നുമില്ല. അപ്പം ആ ഹെലികോപ്റ്ററിൽ ആരെങ്കിലും ഉണ്ടോ നമുക്ക് അത് നോക്കിയിട്ട് ആ താറെടുത്തോണ്ട് അങ്ങ് പോകാം. പക്ഷെ താറ് നമ്മളെങ്ങനെ താഴെ ഇറക്കും അത് നമുക്ക് നോക്കാം കേട്ടോ. ഹെലികോപ്റ്ററിൽ ആരും ഇല്ലേ? ഇവർ മണ്ടന്മാരാണ്. ഹെലികോപ്റ്റർ ഇവിടെ ഇട്ടിട്ട് താറ് ഇവിടെ ഇട്ടിട്ട് പോയേക്കുക. അപ്പോൾ ഗൈസ് ഇതന്നെ താറ്. ഈ ഗ്യാങ്ങുകൾ നമ്മളുടെ ഈ താറൊക്കെ എടുത്തോണ്ട് പോവാണ്. ആ അപ്പോൾ ഗൈസ് എൻ്റെ കയ്യിൽ വേറൊരു കുഞ്ഞു സാധനമുണ്ട്. ഈ താറ് എൻ്റെ കയ്യിൽ ഒരു പാരഷൂട്ട് ഉണ്ട്. ഈ താറിൻ്റെ മേലിൽ ഞാനത് വെച്ചിട്ട് ഓണാക്കാം. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ പാരഷൂട്ട് വെച്ച് പോകില്ല. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മുടെ നമുക്ക് റേസിൻ്റെ അടുത്തേക്ക് പോകാം. സോ ഗായ്സ് നമ്മളിവിടെ എത്തിയിരുന്നു കേട്ടോ. ഇവിടെ ഇതാരാ ആരാവട്ടെ. ഇവിടെ 5 കാഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഒരൊറ്റ വിന്നറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തുനിന്ന് ആ വിന്നറിനെ. അപ്പോൾ ഏകദേശം റേസ് തുടങ്ങാറായി. അപ്പം നമുക്ക് അങ്ങ് വണ്ടി കയറി ഇരിക്കാം. അപ്പോൾ റേസ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. Race starts in 3, 2, 1. Oh guys, ഗായ്സ് നമ്മൾ വിന്നറായി. ഫൈനലി ഗായ്സ് ഈ ഒരൊറ്റ പ്രഷ്യസ് ബൈക്കാണ് ആ സമ്മാനം. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി ഈ ബൈക്ക് എടുത്ത് വീട്ടിൽ പോകണം. ഞാൻ ഭയങ്കര ക്ഷീണിച്ചു. ഞാൻ അത്ര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ. ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു ദിവസം ഇങ്ങനത്തെ സ്റ്റോറീസും വീഡിയോസും ഞാൻ പിന്നെ വരാം. ലവ് യു ആൻഡ് ബൈ.